കണ്ണ് മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ താൻ. അപ്പോൾ കണ്ടത് ഈ കാണ്, ഈ ഇന്ദ്രിയങ്ങൾ, അതുപോലെ ശരീരം, മനസ്സ് എല്ലാം ദൃശ്യമാണ്. ഇതിനൊക്കെ കണ്ട ആ പൊരുളാണ് താൻ എന്നല്ലേ പറഞ്ഞത്. ഇത് ബോധ്യവും. അപ്പോൾ ദേഹമല്ല ഞാൻ, ആത്മാവാണ് ഞാൻ എന്ന ഉറപ്പോടുകൂടി ആ ദൃഢഭാവം വരണം എന്നർത്ഥം. അതും ആവശ്യമാണ്. അപ്പോൾ ഈ ഭഗവത് ഭക്തി കൊണ്ട് ഈ ജ്ഞാനത്തിലേക്ക് എത്തുമത്രേ എന്നർത്ഥം. മനസ്സ് ശുദ്ധമാകും തോറും ഈ ഭാവം നമ്മളിൽ ഉറച്ചു വരും. അഥവാ ഈ ദേഹമല്ല ഞാൻ, ആ പൊരുളാണെന്നുള്ള ഭാവന ഉറപ്പിക്കാൻ ആ മനസ്സ് സജ്ജമാകും, പാകപ്പെടും. അങ്ങനെ ആ ദൃഢവിശ്വാസത്തോടുകൂടി ഭക്തിയാ കടന്നു തവ തൃക്കാൽ പിടിപ്പതിന് പരമപ്രേമത്തോടുകൂടി അവിടുത്തെ പദാരവിന്ദങ്ങളെ സർവാത്മനാ ശരണം പ്രാപിച്ചുകൊണ്ട് അവിടുത്തെ ആ സ്വരൂപമാണ് സമസ്തവും, ഞാൻ വേറെയില്ല, സമസ്തവും ആ ഭഗവന്മയം അഥവാ ബ്രഹ്മമയം അഥവാ ഈശാവാസ്യം എന്നുള്ള ആ അനുഭൂതി ഭഗവാനെ അത് ഉണ്ടാകണതിന് എന്നാ എന്നെ അയക്കണത് ആ അനുഭൂതിയിലേക്ക്, എന്നാ അത് എനിക്ക് ഉണ്ടാവുക അനുഭവം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കണം. എന്ന് പറഞ്ഞാലോ, ഭഗവാനെ ഇങ്ങനെ സാകാര രൂപമോ അല്ലെങ്കിൽ വിരാട് രൂപമോ അല്ലെങ്കിൽ പ്രണവോപാസനയോ അവനവൻ്റെ കഴിവിനനുസരിച്ച് ഭരിക്കുന്ന ആ ഭക്തനെ ഭഗവാൻ കാരുണ്യം ചൊരിഞ്ഞ് അനുഗ്രഹിച്ച് ഭാവൻ്റെ സ്വരൂപജ്ഞാനവും അവന് കൊടുത്ത് അനുഗ്രഹിച്ചു അവനെ കൃതാർത്ഥനാക്കി തീർക്കും എന്ന് ഭാവം. ഇതങ്ങനെ ഒരു സൂചനയുണ്ട് ഇതിൽ. ഇവിടെ ആകണേന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതാണ് അതിനുള്ള പ്രോസസ്സ്. ഇങ്ങനെ ചെയ്യുന്ന ഭക്തന് ഇതെല്ലാം ഭഗവത് അനുഗ്രഹം കൊണ്ട് വന്നു ചേരും എന്ന് സൂചന. ഇതിനെന്താ പ്രമാണം എന്നാണെങ്കിലോ, പ്രമാണം ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, മച്ചിത്ത മദ്ഗത പ്രാണാം ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തിജ രമന്തിജ. എന്ത്? മച്ചിത്താഹ, മനസ്സിനെ എന്നിൽ തന്നെ വെക്കാൻ ഏതെങ്കിലും തരത്തിൽ പറഞ്ഞില്ലേ, സഗുണമായോ നിർഗുണമായോ ഏതെങ്കിലും പ്രകാരത്തിൽ ഏതെങ്കിലും മന്ത്രങ്ങളുടെ സഹായത്തോടെ ആയാലും വിരോധമില്ല, ഈ ബാഹ്യവിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ പിൻവലിച്ച് ആ ഭഗവത് സ്മരണയിൽ നിർത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ മച്ചിത്താഹ മദ്ഗതപ്രാണാഹ. ഈ സാക്ഷാത്കാരം ജീവിതത്തിൻ്റെ പരമലക്ഷ്യമാക്കിക്കൊണ്ട് അതിനുവേണ്ടി പ്രാണനെ ധരിക്കുന്നവർ, ജീവിതം നയിക്കുന്നവർ. ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്, മഹത്തായ ലക്ഷ്യം. എന്താ അത്? ഇൻഫിനിറ്റ് ഗെയിൻ. ഈശ്വര സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ എന്താ? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ കാലദേശാവധിഭ്യാം നിർമുക്തം, കാലത്തിനും ദേശത്തിനും അതീതമായ ഇൻഫിനിറ്റായ ആ ആനന്ദം എന്നർത്ഥം. സത്തചിത്ത് ആനന്ദം എന്നർത്ഥം. ശാശ്വതമായിട്ടുള്ളതായ അറിവും ആനന്ദവുമാണ് ഭഗവത് സ്വരൂപം. അല്ലേ? ഈ ലോകത്തിലുള്ള ഒരു വസ്തുവും ശാശ്വതമല്ലോ, കാലദേശങ്ങളുടെ ഉള്ളിലാണ്. അതുകൊണ്ടോ അല്പമാണ്, ക്ഷണികമാണ്, ലിമിറ്റഡ് ആണ്, ഫൈനൈറ്റ് ആണ് എന്നർത്ഥം. അത് നേടിക്കഴിഞ്ഞാലോ അത് പോകും, ദുഃഖം ഉണ്ടാവുള്ളൂ. പോകുമ്പോൾ വേർപാടിൻ്റെ ദുഃഖം ഉണ്ടാവും, കിട്ടുമ്പോൾ സന്തോഷം ഉണ്ടായാലും. അതുകൊണ്ട് എത്ര ഫൈനൈറ്റായ വസ്തുക്കൾ ഞാൻ അച്ചീവ് ചെയ്താലും നേടിയാലും ഇൻഫിനിറ്റിന് തുല്യമാവുമോ? ആവില്ലല്ലോ. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന സന്തോഷവും സമാധാനവും ശാന്തിയും ഒക്കെ ശാശ്വതമായിട്ടുള്ളതാണ്. ശാശ്വത സുഖം, ശാശ്വത സമാധാനം, ശാശ്വത സന്ധി, അല്ലേ? തൽക്കാലത്തേക്ക് പോരാ. തൽക്കാലത്തേക്ക് ഇതാ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ അനുഭവിക്കുമ്പോൾ ഉണ്ടാവണ്ടല്ലോ. പക്ഷെ അത് തീർന്നു പോകണം. പൂർണ്ണത, ഇതൊക്കെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ധന്യത, ഫുൾഫിൽമെൻറ്റ്, ഇതൊക്കെയാണ് പറയണേ. ഇത് കാലദേശങ്ങളുടെ ഉള്ളിലുള്ളതും ക്ഷണികങ്ങളായ അല്പങ്ങളായ എന്തെങ്കിലും നേടിയോണ്ടുണ്ടാവില്ല. കാരണം അത് നേടിക്കഴിഞ്ഞാൽ അപ്പോഴും അപൂർണത പോരുന്നില്ല. കാരണം അത് അല്പമാണല്ലോ, പൂർണ്ണമല്ലല്ലോ. അത് കഴിഞ്ഞാലോ ഇനി അതിനപ്പുറത്ത് വേണം. എവിടെ ഈ അന്വേഷണം, മനുഷ്യൻ്റെ ഈ അന്വേഷണം അവസാനിക്കുക? സീക്കിങ്, അന്വേഷിക്കുക, അവസാനിക്കുക. അതാണ് അനന്തതയുടെ നേട്ടം, ഇൻഫിനിറ്റ് ഗെയിൻ. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആനന്ദസ്വരൂപൻ. അതുകൊണ്ട് പ്രാണ എന്ന് പറഞ്ഞാൽ ഭഗവാന് വേണ്ടി പ്രാണൻ ധരിക്കുക. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കലാവണം ജീവിതത്തിൻ്റെ പരമലക്ഷ്യം. നോക്കൂ, ജീവിതത്തിൽ പരമമായ ലക്ഷ്യം ഒന്നുണ്ടാവണം, താൽക്കാലിക ലക്ഷ്യങ്ങളും വേണം. ഇപ്പോൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന് ഇമ്മീഡിയറ്റായ ലക്ഷ്യം എന്താ? നല്ലോണം മാർക്ക് വാങ്ങണം, അല്ലേ? അത് കഴിഞ്ഞാലോ 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു, വിലക്കും ചിലത് കുറച്ച് മുമ്പ് വന്നു. അപ്പോൾ ഇന്ന് റിസൾട്ട് വന്നു. ഇനി എന്താ വേണ്ടത്? ഇനി അടുത്ത എവിടെയെങ്കിലും നല്ല മാർക്കോടുകൂടി പാസ്സായതുകൊണ്ട് നല്ല എൻജിനീയറിങ്ങിനോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ ഏതാ ഐച്ഛികമായി എടുത്ത് പഠിക്കണം, അല്ലേ? അതിന് എൻട്രൻസ് വേണം, എൻട്രൻസിന് കിട്ടണം. എൻട്രൻസ് കഴിഞ്ഞു, ഇങ്ങനെ 12ാം ക്ലാസ് കഴിഞ്ഞു, പിന്നെ എൻട്രൻസായി, അതിനുള്ള പ്രിപ്പറേഷനായി, പിന്നെ അങ്ങനെ ഓരോന്ന്. അത് കഴിഞ്ഞാലോ നല്ല എവിടെയെങ്കിലും ക്യാമ്പസ് സെലക്ഷനൊക്കെ ഉള്ള ആ കോളേജിൽ പഠിക്കണം. നല്ല കാര്യമുള്ളൂ. എന്നാൽ അത് കഴിയുമ്പോഴേക്കും ജോലി കിട്ടുള്ളൂ. ഇതെന്താ? അങ്ങനെ നല്ല ജോലി പ്ലേസ്മെൻറ്റൊക്കെ കിട്ടിയാലല്ലേ നല്ല വീട്ടിൽ നിന്ന് നല്ല ഉദ്യോഗമുള്ള നല്ലൊരു കുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ, അല്ലേ? അത് കഴിഞ്ഞാലോ അതിന് 2 പേർക്കും കൂടി നല്ല IT കമ്പനിയിലെ ജോലി വെച്ചാലോ ധാരാളം പൈസ കിട്ടും, ലക്ഷക്കണക്കിന്.
അപ്പോൾ എനിക്ക് നല്ല ബാംഗ്ലൂരോ അതുപോലെ തിരുവനന്തപുരത്തോ എറണാകുളത്തോ അങ്ങനെയുള്ള വലിയ ടൗണിലും നല്ല ഒരു സ്പേഷ്യസായ നല്ല സൗകര്യങ്ങളുള്ളൊരു ഫ്ലാറ്റ് എടുക്കാമല്ലോ, അതെടുത്താലോ അല്ലെങ്കിൽ വീട് വയ്ക്കാമല്ലോ. അത് കഴിഞ്ഞാലോ കുട്ടികളൊക്കെ അങ്ങോട്ട് ഉണ്ടാവും. കുട്ടികളൊക്കെ ഉണ്ടായാൽ നമുക്ക് ഇൻ്റർനാഷണൽ സ്കൂളൊക്കെ വിട്ട് പഠിപ്പിക്കാമല്ലോ, അല്ലേ? ഇങ്ങനെ നമ്മുടെ പ്ലാനിങ് അങ്ങനെ പോകണം നത്തം. ഇതൊക്കെ കഴിഞ്ഞിട്ടോ അതിനെ അവരും പഠിച്ചു, അവരും വലുതായി, അവരെയും കല്യാണം കഴിപ്പിച്ചു. എന്നിട്ട് എന്താ ആഫ്റ്റർ റിട്ടയർമെൻറ്റ് വാട്ട് ആർ യു ഗോയിങ് ടു ഡു? ചിന്തിച്ചു നോക്കൂ. മക്കൾ കല്യാണം കഴിച്ചു കൊടുത്തു, അവർക്ക് മക്കളുണ്ടായി, ഇനിയോ ആലസ്യം, അല്ലെ? ഒന്നും ചെയ്യാനില്ല. കാരണം ദർ ഇസ് നോ ഗോൾ. എൻ്റെ ഗോൾ എൻ്റെ അവസാനിച്ചു, ഇല്ലേ? ഇത്രയും നമ്മൾ വെച്ചിട്ടുണ്ടായുള്ളൂ. അതുവരെ നിങ്ങൾ കഷ്ടപ്പെടുക അതിന് വേണ്ടിയിട്ട്. ഇത്രയൊക്കെ വെച്ചാൽ ഇനി എന്താണെന്ന ചോദ്യമുണ്ട്. അതുകൊണ്ട് പറഞ്ഞു ലക്ഷ്യം, ഇമ്മീഡിയറ്റ് ആയിട്ട് ലക്ഷ്യങ്ങൾ ഓരോന്നും ഉണ്ടായിക്കോട്ടെ, പക്ഷെ അബ്സല്യൂട്ട് ഗോൾ ഓഫ് അവർ ലൈഫ് ഈസ് റിയലൈസിങ് ദ ട്രൂത്ത്. സത്യസാക്ഷാത്കാരമാണ്, റിയലൈസേഷനാണ്, പൂർണ്ണത, ആ ശാശ്വതാനന്ദം, ശാശ്വത സത്യം, ഈശ്വര സാക്ഷാത്കാരം എന്ന് നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞു. നോക്കൂ കേട്ടോ, ഇത് ഉള്ളിൽ കിടക്കണം കേട്ടോ, എന്നാലേ മറ്റതൊക്കെ കുടുങ്ങി പോകാണ്ടിരിക്കുള്ളൂ. ഇത് ഓരോന്ന് കഴിഞ്ഞാൽ ഇതിലൂടെ നമ്മൾ ആ ഭഗവത് സ്മരണയോടുകൂടി ജീവിക്കുമ്പോൾ പ്രിപ്പറേഷനാണ്, ആ ഫൈനൽ ഗോളിനുള്ള പ്രിപ്പറേഷനാണ് നടക്കുക. ഇതൊന്നും അതിന് തടസ്സമാവില്ല. അപ്പോൾ അങ്ങനെ സ്റ്റേജ് വരുമ്പോൾ ഇന്നൊക്കെ മനസ്സ് പൂർണ്ണമായും വിട്ടു, പൂർണ്ണമായ ആ ഭഗവത് ചിന്തനം, ധ്യാനം അനായാസേന സാധിക്കും. അങ്ങനെ ആരാണോ മൽപ്രാണാഹ എന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇരിക്കുന്നത്, ബോധയന്ത പരസ്പരം ആ സത്യസ്വരൂപത്തെക്കുറിച്ച് പറയണു, കേൾക്കണു, ചിന്തിക്കുന്നു, ചർച്ച ചെയ്യുന്നു. കഥയന്തശ്ച മാം നിത്യം, എന്നെക്കുറിച്ച് തന്നെ പറയണു വെച്ചാൽ ഡോണ്ട് ലൂസ് സൈറ്റ് യുവർ ഗോൾ. ഗോൾ സെറ്റ് ചെയ്തു നമ്മൾ, പക്ഷേ ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് മാത്രമായിട്ടില്ല. ഗോൾ സെറ്റ് ചെയ്താൽ നമുക്ക് പ്രയോറിറ്റി അലോക്കേഷൻ ബിക്കം ഈസി. ദാറ്റ് ഈസ് റൈറ്റ്, ദാറ്റ് ഈസ് ദെയർ. അപ്പം മുൻഗണന ഏതിന് കൊടുക്കാം? ഗോൾ സെറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും, അല്ലേ? പക്ഷേ പിന്നെയും പലതിനെയും ബൈപ്പാസ് ചെയ്യേണ്ടതുണ്ട്. ആ ഗോൾ അച്ചീവ് ചെയ്യാൻ, ലക്ഷ്യം നേടുന്നതിന് തടസ്സമായി നിൽക്കുന്ന പലതിനെയും നമ്മൾ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? പലതിലേക്കും ശ്രദ്ധ തെന്നിപ്പോവാൻ പാടില്ല എന്നർത്ഥം. അപ്പം ലക്ഷ്യം മറന്നു പോകുമ്പോഴാണ് കുട്ടികൾക്കായാലും വലിയവർക്കായാലും പലതിലേക്കും ഡിസ്ട്രാക്ഷൻ വന്നു, അതിൽ പോയി ഇതിൽ പോയി അവസാനം ആ ലക്ഷ്യം നേടാൻ പറ്റാണ്ടാവണത്. ശരിയല്ലേ? പിന്നെ ദുഃഖിക്കണു, പിന്നെ റിസൾട്ട് വരുമ്പോൾ മോശമാവണം. എന്തേ? ഞാൻ ഉഴപ്പി എത്രയാണ്, അല്ലേ? എന്താ ലക്ഷ്യം മറന്നുപോയി, ഇതല്ലേ? കോളേജിൽ കൊണ്ടുവിട്ടു, ഹോസ്റ്റലിൽ കൊണ്ടുവിട്ടു, ഇഷ്ടം പോലെ കാശൊക്കെ കൊടുത്തു, അച്ഛൻ എല്ലാം ചെയ്തു കൊടുത്തു. പക്ഷേ അവനവിടെ കുഴപ്പിയാലോ, ലക്ഷ്യം മറന്നാലോ? എൻജിനീയർ ആവലുണ്ടാവില്ല, അല്ലേ? ഡോക്ടർ ആവലുണ്ടാവില്ല. നോക്കൂ, എവിടെയും ഇത് ശരിയല്ലേ? അപ്പോൾ ഫൈനൽ ഗോളിൻ്റെ കാര്യം ഇങ്ങനെ തന്നെയല്ലേ? എവിടെയായിരുന്നാലും നത്തം ഡോണ്ട് ലൂസ്. ഇതാ രാമായണം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം മറന്നു പോകരുത്. എന്ത് ലക്ഷ്യം നിങ്ങൾ നിശ്ചയിച്ചോ, ഭൗതികമാവട്ടെ അതാ സ്പിരിച്വൽ ആവട്ടെ, ഹയസ്റ്റ് സ്പിരിച്വൽ, ഇൻഫിനിറ്റ് ഗെയിൻ. രാമായണത്തിൽ ആഞ്ജനേയ സ്വാമികൾ പോണുണ്ട് എവിടേക്ക്? ആ സമുദ്രം ചാടി സീതയെ കാണാൻ വേണ്ടി പോണൊരു പോക്കുണ്ടല്ലോ. അവിടെ 3 പ്രതിബന്ധങ്ങൾ ആഞ്ജനേയരെ, ഹനുമാൻജിയെ ഇവിടെ മാർഗമധ്യ വരുന്നുണ്ട്, അല്ലേ? ആദ്യം എന്താ വന്നത്? ആദ്യം വന്നത് മൈനാകവ്രതം. 5 നക്ഷത്ര ഹോട്ടലിലെ എല്ലാ ഫെസിലിറ്റിയോടും കൂടിയ ഒരു ട്രീറ്റ്മെൻറ്റ്. വരൂ, ഇരിക്കൂ, വിശ്രമിക്കൂ, പഴമൂലങ്ങളൊക്കെ കഴിക്കൂ, അതൊക്കെ പോവാം. അരുതരുത് വഴിയരികിൽ ലക്ഷ്യോന്മുഖമായി പോകുന്നതായ ആ ആൾക്ക് പോണ വഴിക്ക് ഓൺ ദ റോഡ്, ഓൺ ദ വേ തീറ്റയിൽ ഭ്രമിക്കുക, അല്ലെങ്കിൽ ഡ്രസ്സിൽ ഭ്രമിക്കുക, അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിൽ ഭ്രമിക്കുക, കണ്ണിൻ്റെയും കാതിൻ്റെയും അതുപോലെ സ്പർശത്തിൻ്റെ ഇന്ദ്രിയങ്ങളുടെ സുഖങ്ങളിൽ ഭ്രമിക്കുക, ആലസ്യം വരിക എന്ന് വന്നാൽ ലക്ഷ്യം നേടാൻ സാധിക്കില്ല. ഇങ്ങനെയല്ലേ പോണത്? നമുക്ക് ചിന്തിച്ച് നോക്കൂ. ആഞ്ജനേയർ ഈ രാമായണമൊക്കെ ഉണ്ടായിട്ട് നമ്മളിത് പഠിക്കുന്നില്ല. ആഞ്ജനേയർ പഠിപ്പിക്കുക എൻ്റെ ലക്ഷ്യം സീതയെ കണ്ടു വന്നതിന് ശേഷം അതൊക്കെ ഞാൻ സ്വീകരിക്കാം. പ്രലോഭനങ്ങൾ, എൻചാൻറ്റിങ്, ആകർഷകമായ പല ഇന്ന് കുട്ടികളുടെ ശ്രദ്ധ തിരിക്കാൻ എന്തൊക്കെ ഉണ്ടല്ലേ? വിഷ്വൽ മാധ്യമങ്ങൾ, അതിൽ ശ്രദ്ധ വിട്ടുപോയാൽ നമ്മളെവിടെ എത്തും നമ്മുടെ ലക്ഷ്യത്തിൽ? അരുതരുത്. ആ പ്രലോഭനങ്ങളെ പ്രചോദനമാക്കി മാറ്റി. ആ മൈനാകവ്രതത്തെ അവിടെ അത് പൊന്തി ഇങ്ങനെ വന്നപ്പോൾ അതിൽ കാല് കുത്തിക്കൊണ്ട് ഒരൊറ്റ കുതിയും കൂടി, അല്ലേ? പ്രലോഭനം പ്രചോദനമായി എന്നർത്ഥം. ഇതോ ചെറിയ ചെറിയ കാര്യങ്ങൾ ടെംപ്റ്റേഷൻ പെട്ടുപോയി. പിന്നെയാണ് മനസ്സിലായത് അവളേക്ക് ലേറ്റായി. ചിന്തിക്കൂ. അതുകൊണ്ട് ഇത് മറന്നു പോകരുത്. അത് കഴിഞ്ഞ് പോകുമ്പോഴോ ദാ വരണു സുരസ വാമ്പൊളിച്ചുണ്ട്, ഇപ്പം ഞാൻ തിന്നും, ഇപ്പം എന്നെ ആഹാരമായിട്ട് വരണമെന്നാ.
പറഞ്ഞു എനിക്ക് അമ്മയുടെ ആഹാരമാവും സന്തോഷമുള്ളൂ, അങ്ങനെ ഒരു ഉപകാരമാവുകയും ആയില്ലോ. പക്ഷേ ഞാൻ ഒരു കാര്യത്തിന് പോവുക, അത് കഴിഞ്ഞ് വന്നിട്ടാവാന്ന് പറഞ്ഞു. കഥ നിങ്ങൾക്കറിയും, ഓർമ്മിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ ഈ സന്ദർഭത്തിൽ. അപ്പോൾ അവൾ പറ്റില്ല ഇപ്പം തന്നെ വേണമെന്ന് പറഞ്ഞു. എന്നാൽ പൊളിച്ചോളാൻ പറഞ്ഞു വായ. അവൾ വായ പൊളിച്ചു, ഹനുമാൻജി വലുതാവാൻ തുടങ്ങി. അപ്പോൾ അവളത് വായ പൊളിക്കാൻ തുടങ്ങി. വലുതായി ഇത്ര വായ പൊളിച്ചപ്പോഴോ ഹനുമാൻജി ചെറിയ രൂപത്തിൽ അകത്ത് പോയി. നടന്നേ തിരിച്ചു വിടുന്നു. വാ കൂട്ടുമ്പോഴേക്കും പുറത്തു വന്നു. അമ്മേ ഈ മകനെ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ അമ്മയുടെ ഇപ്പോൾ അകത്ത് പോയിട്ട് പുറത്തു വന്നാൽ നിൻ്റെ മോനായില്ലേ അല്ലേ? അവിടെ ബുദ്ധി ഉപയോഗിച്ചു. ചിലയിടത്ത് ശക്തി ഉപയോഗിക്കണം, ചിലയിടത്ത് യുക്തി ബുദ്ധി ഉപയോഗിക്കണം. നമസ്കരിച്ചു, അമ്മ അനുഗ്രഹിച്ചു. പിന്നെ കുറച്ച് പോകുമ്പോൾ ഛായാഗ്രഹണി, നമ്മളെയൊക്കെ ബുദ്ധിമുട്ടിക്കണതാ. ധ്യാനം ചെയ്യുന്ന സമയത്ത് സാധകനെയും കോളേജ് കുമാരന്മാരെയും കുട്ടികളെയും ഒക്കെ ബുദ്ധിമുട്ടിക്കണ ഈ ഛായാഗ്രഹണിയാണ്. പറഞ്ഞേക്കാം. എന്താ ഛായാഗ്രഹണി? ആഞ്ജനേയ സ്വാമികൾ അങ്ങനെ ഫുൾ സ്വിങ്ങിലൊക്കെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഫ്ലൈറ്റ് അങ്ങനെ എത്ര കിലോമീറ്ററിലാണ് പോണത്? 1000-1500 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് സ്പീഡ് കമ്മിയാവണം. 100 കിലോമീറ്റർ സ്പീഡ്. മാത്രമല്ല താഴണമെന്ന് തോന്നണു. ലാൻഡ് ചെയ്യാൻ ഉദ്ദേശമില്ല, താണു പോകണോ തോന്നുന്നു. നോക്കി ഹനുമാൻജി നോക്കുമ്പോൾ നിഴലിൽ പിടിച്ചിട്ടാണ് വലിക്കണത് ഒരുത്തി വെള്ളത്തിൽ. ആരാ? നമ്മളിങ്ങനെ ലക്ഷ്യം നേടി മുന്നോട്ട് പോണ സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള നേരത്തെ നമ്മളവിടെ ഒക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളതായ, ആ ഫയലിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളതായ ഇതുണ്ടല്ലോ, ആ ചിപ്പിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള സംസ്കാരങ്ങളുണ്ടല്ലോ, ഇൻ പ്രിൻ്റ്. നേരത്തെ കണ്ടത്, കേട്ടത്, അനുഭവിച്ചത്, ഇനി കാണണം, കേൾക്കണം, അനുഭവിക്കണം എന്നൊക്കെ വിചാരിച്ചതായിട്ട് ഉള്ളിൽ ഒളിച്ചു വെച്ചിട്ടുണ്ട് സംസ്കാരമായിട്ട് നൃത്തം. ഇൻ പ്രിൻസ്, ലേറ്റന്റ് ഇംപ്രഷൻസ്, വാസന എന്ന് അധ്യാത്മശാസ്ത്രത്തിൽ പറഞ്ഞു. അതാണ് ഓരോ ആളുടെ ഉള്ളിലും ഇങ്ങനെ ഓരോരോ വിചാരങ്ങളായി, ചിന്തകളായി, താല്പര്യങ്ങളായി, തോട്ട്സായിട്ട് പൊന്തി വരുന്നുണ്ടോ ഇല്ലയോ? നമ്മളറിയണില്ല, നമ്മൾ വിചാരിച്ചിട്ട് പോയില്ല. ആ ഉള്ളിലുള്ള ആ ഡിസ്കിൽ എന്തൊക്കെയാണ് വെച്ച് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്, അത് ഓരോന്നും ഇങ്ങനെ പൊന്തി വരികയും നമുക്കതിൽ ഓപ്ഷൻ ഇല്ലിനും ഏത് എപ്പോൾ എടുക്കണമെന്ന്. കമ്പ്യൂട്ടറിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാമല്ലേ, ഫയൽ സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ഉള്ളിലുള്ളത്. അങ്ങനെ കയറി ഒന്നുള്ളൂ. അതാണ് ആ ഛായ അവിടെ നിഴലായിട്ട് അവിടെ അങ്ങനെ വാസനയായിട്ട് കിടക്കുന്നുണ്ട്. അത് ഓരോ ചിന്തയായിട്ട് ഇങ്ങനെ വരികയായി. എന്നിട്ടോ നാം തന്നെ അറിയില്ല, അത് നമ്മളെ പിടിച്ചു വലിക്കുക. നമ്മൾ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകാൻ. ശരിയല്ലേ? ഇതല്ലേ പഠിക്കുന്ന കുട്ടികൾക്ക് സംഭവിക്കുന്നതും ധ്യാനത്തിലിരിക്കുന്ന ആൾക്കാർക്ക് സംഭവിക്കുന്നതും. ജീവിതത്തിൽ ദി പ്രിൻസിപ്പിൾ ഓഫ് ദ ഫങ്ഷനിങ് ഓഫ് ദ മൈൻഡ് ഈസ് സെയിം. ഒരു വ്യത്യാസമില്ല. കാരണം റിയൽ ടൂൾ ഈസ് ദ മൈൻഡ്, നോട്ട് ദ ബോഡി. ശരിയായ ഉപകരണം മനസ്സാണ്, ശരീരമല്ല എന്നർത്ഥം. ഈ മനസ്സ് സ്വാധീനത്തിലായാൽ എവിടെ വേണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, അവിടെയൊക്കെ വിജയം. അതുകൊണ്ട് ഈ അധ്യാത്മശാസ്ത്രം ആൾക്കാർ വിചാരിക്കുന്നത് എന്തോ ഒരു മോക്ഷം എന്നാണ്. നിത്യജീവിതത്തിലേക്ക് എന്താ? നിത്യജീവിതത്തിലേക്ക് അതിൻ്റെ ആവശ്യം മുഴുവനും മനസ്സിലായോ? ഈ പവർ ഓഫ് മൈൻഡ് ഭയങ്കരമാണ്. അതിന് നിങ്ങൾക്ക് ഏത് രംഗത്തേക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ നത്തം. അതിവിടെ ഫൈനൽ റിയലൈസേഷനാണ് ഇവിടെ വിഷയം, അല്ലേ? ഇപ്പോൾ ഇവിടുത്തെ ടോപ്പിക്ക്. അതുകൊണ്ട് അത് പറഞ്ഞു. അല്ല നിങ്ങൾക്ക് വേറെ ഏതിലാണോ അതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ തേഷാം സതയുക്താനാം, സതതം ആ ലക്ഷ്യത്തെ ഓർമ്മിച്ചുകൊണ്ട് അങ്ങനെ ഭജതാം പ്രീതിപൂർവകം, അങ്ങനെ ഭജിക്കുന്ന ആ ഭക്തന്മാർക്ക് ദദാമി ബുദ്ധിയോഗം തം, ഞാൻ കൊടുക്കുമത്രേ ബുദ്ധിയോഗം, സദ്ബുദ്ധി, വിവേകം, വൈരാഗ്യം, ജ്ഞാനം, ഏന മാം ഉപയാന്തിതേ. ഭഗവാൻ പറഞ്ഞു, ഇങ്ങനെ ശക്തിക്കു തക്ക വഴി യുദ്ധം ഭജിപ്പവന് ഇങ്ങനെ അവിടുത്തെ ഭക്തി ദൃഢമാവണം. അങ്ങനെ മനസ്സ് ആ വിഷയങ്ങളിൽ നിന്ന് വിട്ടുപോരണം. അങ്ങനെ അവിടുത്തെ ആ ഞാൻ ദേഹമല്ല ആത്മസ്വരൂപമാണെന്നുള്ള ബോധം ഉറപ്പാക്കി തന്ന് അവിടുത്തെ ആ എല്ലാത്തിലും കാണാനുള്ള ആ കഴിവ് തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അല്ലേ? ഇത് സംഭവിക്കുമെന്ന് ഭഗവാന്റെ പ്രതിജ്ഞയുണ്ട്. ഏനമാം ഉപയാനത്. നിങ്ങൾ ഇങ്ങനെ ചെയ്യോ? സംശയമില്ല, ഗ്യാരണ്ടി. ഞാൻ നിങ്ങൾക്ക് ബുദ്ധിയോഗം തരും. തേഷാമേവാനുകമ്പാർത്ഥം അഹമജ്ഞാനജന്തമഃ നാശയാമി ആത്മഭാവസ്ഥഃ ജ്ഞാനദീപേന ഭാസ്വത. ഇതൊക്കെ അവിടുത്തെ പ്രതിജ്ഞാവാക്കുകളാണേ, ഭഗവാന്റെ പ്രതിജ്ഞാവാക്കുകളാണ്. എന്ത്? അങ്ങനെയുള്ള ആ എന്നെ ശക്തിക്കൊക്കെ ഇത്രയേ വേണ്ടൂ. നമ്മൾ സിൻസിയറാണോ? എനി ഫീൽഡ് യു ടേക്ക്, സിൻസിയർ വിൽ ഗെറ്റ് ദ റിവാർഡ്. ശരിയാണോ അല്ലയോ? ആത്മാർത്ഥമുള്ളവർക്ക് മാത്രമേ ഫലം കിട്ടുള്ളൂ, അല്ലാത്തവനും കിട്ടില്ല എന്നർത്ഥം. അപ്പോൾ ഇവിടെ നമ്മൾ ആത്മാർത്ഥമായി നമ്മെക്കൊത്ത മാതിരി നാമം ജപിക്കാനാണോ, കഥാശ്രവണത്തിനാണോ, എല്ലാം ഭഗവത് സ്മരണയോടുകൂടി കർമ്മങ്ങൾ അനുഷ്ഠിക്കാനാണോ, എങ്ങനെയാ, അല്ല സഗുണ ഇഷ്ടദേവത ധ്യാനമാണോ, ഏതോ അവനവനെ കൊണ്ടാവണ മാതിരി ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ഭഗവാനെ ഭജിക്കുന്നതായ ആ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ കൃപയുണ്ടായിട്ട്, ആ ഭഗവാൻ തന്നെയാണല്ലോ എല്ലാവരുടെയും ഉള്ളിൽ ആ ബോധ ആത്മസ്വരൂപമായിരിക്കുന്നത്. ആ ആത്മസ്വരൂപ ദൃഷ്ടി അവനുണ്ടാവണു, അജ്ഞാനം നീങ്ങണു, അവൻ ജീവൻ മുക്തനാവുന്നു, കൃതാർത്ഥനായിത്തീരുന്നു. അത്രയർത്ഥം.
ഇനിയും ഭഗവാന്റെ വാക്കുകൾ എത്ര പ്രതിജ്ഞകൾ ഇല്ലേ? ഭക്ത്യാ മാം അഭിജാനാതി യാവാൻ യശ്ചാസ്മി തത്വതഃ. ഭക്തി നിങ്ങൾക്കുണ്ടെങ്കിൽ, ആ അനന്യമായ ഭക്തി, എന്നിലൂന്നിയ ആ ഭക്തി നിങ്ങൾക്കുണ്ടെങ്കിലോ നിങ്ങൾക്കറിയാൻ കഴിയും ഞാൻ ആരാ, എൻ്റെ സ്വരൂപം എന്താ, ഞാൻ എങ്ങനെയുള്ളവനാ. അറിയാൻ മാത്രമാണോ? തതോ മാം തത്വതോ ജ്ഞാത്വ. താത്വികമായി എന്നെ അറിയാം. ഭഗവാൻ ഉണ്മയാണ്, സത്താണ്, ചിത്താണ്, ആനന്ദമാണ്. ഇത് ഇൻ്റലക്ച്വലാ, അത് പോരാ. പിന്നെയോ അറിഞ്ഞിട്ടോ വിശദേ തദനന്തരം. നദി സമുദ്രത്തിൽ ചെന്ന് നദിയും സമുദ്രവും വേർതിരിക്കാൻ പറ്റാത്തോളം ഒന്നാവണില്ലേ? അതുപോലെ അവൻ എന്നിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രവേശിക്കാൻ വേറെയല്ലോ, ഞാനുമായിട്ടുള്ള ആ ഐഡൻറ്റിറ്റി, ആ ഐക്യം അവൻ തിരിച്ചറിയും. അത്രയും അർത്ഥം. ഭക്തൻ ഭഗവത് സ്വരൂപിയായി മാറും ചുരുക്കം. ആ ഭക്തനെ ഭഗവാൻ പറഞ്ഞു പലതരത്തിൽ എന്നെ ഭരിക്കും ആൾക്കാർ, പക്ഷേ അവരൊക്കെ കേമന്മാർ തന്നെയെങ്കിലും സർവവും ഞാൻ തന്നെ എന്നറിഞ്ഞ വാസുദേവ സർവമിതി, എല്ലാം വാസുദേവൻ, സർവം ബ്രഹ്മമയം, സർവം ആ സത്വസ്തു എന്നറിഞ്ഞ് എന്നെ ഭജിക്കുന്ന ആ ഭക്തൻ ഞാനീ ഭക്തനാണ്. അദ്ദേഹത്തിനൊരു വിശേഷമുണ്ട്. അദ്ദേഹം എന്നെ എല്ലാമായി തിരിച്ചറിഞ്ഞ ആളാ. ഞാനീതു ആത്മൈവമേ മതം. ആ ഭക്തൻ ഞാൻ തന്നെയാണ്. മനസ്സിലായോ? ഭേദമില്ല. ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹ വചസ്സുകളാണ്. പക്ഷെ എന്താ വേണ്ടു? അതൊക്കെ ഓർത്തുകൊണ്ടാണ് കേട്ടോ എഴുത്തച്ഛൻ ഇവിടെ പറയുന്നത്. ശക്തിക്കു തക്ക വഴിയുദ്ധം ഭജിപ്പവന് ഭക്തിം വിദേഹി, അല്ലെങ്കിൽ ഭക്തിയാ വിദേഹ ദൃഢവിശ്വാസമോടുമത ഭക്തിയാ കടന്നു തവ തൃക്കാൽ പിടിപ്പതിന് അയക്കുന്നതെന്നു ഹരി നാരായണായ നമഃ. അതുകൊണ്ട് ഭഗവാനെ പരമവിശ്വാസത്തോടുകൂടി, ദൃഢബോധത്തോടുകൂടി, ഈ ദേഹമല്ല സത്യം, ആത്മാവായിരിക്കുന്ന സത്യസ്വരൂപമാണ് അവിടുത്തെ യഥാർത്ഥ സ്വരൂപം എന്നറിഞ്ഞ് അവിടുത്തെ പദാരബിന്ദങ്ങളെ മുറുകെ പിടിച്ച് ആശ്രയിക്കുന്നതിന് എന്നെ അനുഗ്രഹിക്കണമേ പ്രഭോ, കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥന. അടുത്തത്, ഈ നിഷ്കളങ്കമായ കാമമായ ഭക്തി ഉണ്ടാവാൻ എളുപ്പമാണോ? ഭക്തി ഉണ്ടായ രക്ഷയുണ്ട് ഇല്ലേ? പ്രേമുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ആളെ ഓർമ്മിക്കാൻ വല്ല വിഷമമുണ്ടോ?